ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാനും അച്ചുട്ടിയും കൂടെ നമ്മുടെ രജിസ്ട്രേഷനെ കാണാൻ പോകുക. ചേച്ചി ചെറുതായിട്ടൊന്ന് കാല് വയ്യാണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെ പോയി കണ്ടിട്ട് വരാമെന്ന്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകലുണ്ട്, അച്ചുട്ടി പോകലില്ല. അപ്പോൾ ഞാൻ അച്ചുട്ടീനെ കൊണ്ട് പോയതാട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും നമ്മളെ കുട്ടികൾ നമ്മളെ മടിയിൽ സിറ്റിംഗ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ പോയി ഇവർ സ്നേഹപ്രകടനമാണ് ഫുള്ളും. അങ്ങനെ നമ്മളിത് സ്നേഹപ്രകടനത്തിൻ്റെ ഇടയിൽ ഒരു തെറ്റിലും മുണ്ടിലൊക്കെ ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് തെറ്റിൽ. അമ്പാടി വന്നിരുന്നപ്പോൾ ലച്ചുവിനെ കാണാനല്ല പറഞ്ഞിട്ട് അവൾ തെറ്റിപ്പോയതാണ്. പിന്നെ എല്ലാം ഒന്ന് സോൾവ് ആക്കി പിടിച്ചിരുത്തി വർത്താനൊക്കെ പറഞ്ഞ് ഓക്കെ ആക്കി. അത് കഴിഞ്ഞപ്പോൾ എന്താ വെയിറ്റ് നോക്കണം മെഷീനും കൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും വെയിറ്റൊക്കെ നോക്കി. പിന്നെ ഇതാണ് അമ്പാടിയുടെ പ്രത്യേകത. അമ്പാടി നമ്മളിങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഏട്ടൻ രാവിലെ പോയപ്പോൾ ഇതാ ഉള്ളിവടിയും മുട്ടബജ്ജി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ കൊടുക്കാനുള്ള ഓർമ്മ കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോൾ പൊന്നു പഠിക്കുകയാണ്. പൊന്നിന് എന്തൊക്കെ വരയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവൾക്ക് വയലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്, സ്നേഹം കൊണ്ടാണ്. പിന്നെ അച്ചുട്ടി നിന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ചേച്ചിമാരൊക്കെ ഓരോ പണിയിലാണ്, അതുകൊണ്ടാണ് അവരെ കാണിക്കാത്തത്. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ വന്ന് നമുക്ക് ലൂഡോ കളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ലൂഡോ കളിച്ചു. അതിൻ്റെ ഇടയിൽ അവർ അമ്പലത്തിൽ പോകും. അമ്പലത്തിൽ നിന്ന് ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ അമ്പലത്തിൽ ഫുഡ് കഴിക്കാൻ പോയിട്ടു, അച്ചുട്ടിയും വലിയമ്മയൊക്കെ കൂടെ. അത് കഴിഞ്ഞപ്പോഴാണ് ചേച്ചിമാർ യുദ്ധം സ്റ്റാർട്ട് ചെയ്തത്. അമ്പാടീനെയും ലച്ചുട്ടീനെയും പഠിപ്പിക്കേണ്ട ഒരു കടമ്പ, വലിയൊരു കടമ്പ തന്നെയാണ് അത്. അങ്ങനെ അവരെ പഠിപ്പിക്കലും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളിതങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് കിടന്നപ്പോൾ ഇതാണ് അടുത്ത സ്നേഹപ്രകടനം. എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു.